ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മൈക്രോസോഫ്റ്റ് വേഡിൽ എങ്ങനെ മലയാളം ഫോണ്ട് ഉപയോഗിക്കാം, എങ്ങനെ അത് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി ഞാനിതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തു വയ്ക്കുകയാണ്. അതായത് ബിഫോർ ആഫ്റ്റർ എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയായിട്ട് ഒരു കോപ്പി കൂടെ ഞാൻ എടുത്തു വയ്ക്കുകയാണ്. സോ ലെഫ്റ്റ് സൈഡിൽ ബിഫോർ ആയിരിക്കും, റൈറ്റ് സൈഡിൽ ആഫ്റ്റർ എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരു മെയിൻ ഹെഡിങ്ങും പിന്നെ ഒരു സബ് ഹെഡിങ് പോലെ ഒരു ചെറിയൊരു പാരഗ്രാഫും പിന്നെ ഒരു മെയിൻ പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി ഒരുപാട് മലയാളം ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 ഫോണ്ടാണ് ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കാണിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് നമുക്ക് ഇതിലൂടെ കാണാം. അതിനുവേണ്ടി ഞാൻ ഓരോ സെക്ഷനും കളർ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. സോ ഹെഡിങ്ങിനൊരു കളർ, പാരഗ്രാഫിന് വേറൊരു കളർ, ആ ഒരു സബ് പാരഗ്രാഫിന് വേറൊരു കളർ, ഇങ്ങനത്തെ രീതിയിലാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് കാർത്തിക എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് ഇവിടെ ഓൾറെഡി കിടക്കുന്നത്. ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ മലയാളം ഫുൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഫോണ്ടിൻ്റെ അവിടെ നോട്ടോ സാൻസ് മലയാളം എന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. യെസ്, ഇതാണ് ആദ്യത്തെ ഫോണ്ട്. നോട്ടോ സാൻസ് മലയാളം ഫോണ്ടിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ ഇവിടെ വ്യക്തമായിട്ട് കാണാം, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫോണ്ടും ഇപ്പോൾ അപ്ലൈ ചെയ്ത ഫോണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് അരിമ എന്ന് പറയുന്നൊരു ഫോണ്ടാണ്. കണ്ടോ, ഇപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചും നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നതാണ്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ നൈസ് ഫോണ്ട് ഇൻ മലയാളം ഫോൺ കളക്ഷൻ. സോ എനിക്കിത് ഈ ഫോണ്ട് ഇഷ്ടമാണ്. ഇത് ഒരു ഒഴുക്കൻ മട്ടുള്ള ഒരു ഫോണ്ടാണ്, നല്ല രസമാണ്. ഹെഡിങ് ഒക്കെ കൊള്ളാം. നമ്മൾ പാരഗ്രാഫിലോട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് വായിക്കാൻ. സോ പാരഗ്രാഫിന് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, എന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ വായിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഫോണ്ട് എന്ന് പറയുന്നത് അനേകാണ്. മലയാളത്തിലെ ട്രെൻഡിങ് ഫോണ്ടാണ് അനേക് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫ്രീ ഫോണ്ടാണ് അനേക് എന്ന് പറയുന്നത്. എഗ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ ഫോണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അനേകിൻ്റെ തന്നെ പലതരം വേരിയൻസ് അവൈലബിൾ ആണ്. ഗൂഗിളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫോണ്ടുകളുടെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ, ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അനേകിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു ചേഞ്ച് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ ഫോണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ ആ ഒരു സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് പാരഗ്രാഫിന് അനേകിൻ്റെ തന്നെ വേറെ മോഡൽ ടൈപ്പ് ഫോണ്ടുകളും വേറെ വേരിയൻറ്റുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഫോണ്ട് എന്ന് പറയുന്നത് ഗായത്രി. ഗായത്രിയും ഒരു നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഫോണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. എനിക്ക് പാരഗ്രാഫൊക്കെ വളരെ അധികം ഇഷ്ടമായി. ടൈറ്റിലിനെക്കാളും പാരഗ്രാഫൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നൈസ് ഫോണ്ടാണിത് ഗായത്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, ലെഫ്റ്റും റൈറ്റും വെച്ചതിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ആ ബ്യൂട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടിയാണ്. സോ നെക്സ്റ്റ് ഫോണ്ട് എന്ന് പറയുന്നത്
നോട്ടോ സെരിഫ് മലയാളം. നേരത്തെ ആദ്യം എടുത്തത് നോട്ടോ സയൻസ് മലയാളമായിരുന്നു. ഇത് നോട്ടോ സെരിഫ് മലയാളം. ഇത് കോമൺ ആയിട്ട് ഒരുപാട് എടുത്ത് കണ്ടിട്ടുള്ള ഫോണ്ടാണ്. ഗൂഗിളിൻ്റെ തന്നെ ഡിഫോൾട്ട് ഫോണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇത് നല്ല വായിക്കാനൊക്കെ നല്ല നമ്മുടെ കണ്ണിന് സുഖം തോന്നുന്ന തരത്തിൽ വായിക്കാൻ നമ്മുടെ കണ്ണിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫോണ്ടാണ് നോട്ടോ സെരിഫ് മലയാളം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ വൺ ഈസ് മഞ്ചരി. മഞ്ചരി എന്ന് പറയുന്നത് സന്തോഷ് തോട്ടിങ്ങൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോണ്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഫോണ്ട് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. മാതൃഭൂമിയൊക്കെ ഈ ഫോണ്ടിൻ്റെ ആദ്യകാലത്തെ സമയത്ത് ഒരുപാട് അവരുടെ ലേഖനങ്ങളിലൊക്കെ മഞ്ചരി ഫോണ്ട് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. വളരെ നല്ലൊരു ഫോണ്ടാണ്. ഇതിൻ്റെ തന്നെ 3 വേരിയൻസ് ഉണ്ട്. സോ പാരഗ്രാഫൊക്കെ വായിക്കാനും മഞ്ചരി യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഫോണ്ടുകളൊക്കെ ഇനിയും ട്രൈ ചെയ്യാവുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു 5-6 ഫോണ്ട്, ഇവയെല്ലാം യൂണിക്കോഡ് ഫോണ്ടാണ്. നിങ്ങൾക്കും ഇതിൽ കൂടുതൽ ഫോണ്ടുകളൊക്കെ ട്രൈ ചെയ്ത് ആർട്ടുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ കഴിയുന്നതാണ്. സോ കൂടുതൽ ഫോണ്ടിനെ കുറിച്ച് അറിയുവാനും കൂടുതൽ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുവാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് ഫോണ്ടുകൾ, വെറൈറ്റി ഫോണ്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോണ്ട് വെച്ചുള്ള ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഫോണ്ടൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, സേവ് ചെയ്ത് വയ്ക്കുക.